തലസ്ഥാനത്തെ കുടിവെള്ള പ്രതിസന്ധി തുടരുന്നു. ഉയർന്ന മേഖലയിൽ പലയിടത്തും വെള്ളം എത്തിയിട്ടില്ല. വട്ടിയൂർക്കാവ്, നേമം ഭാഗങ്ങളിൽ വെള്ളത്തിനായി കാത്തിരിക്കുകയാണ് നാട്ടുകാർ. ഇന്ന് രാത്രിയോടെ വെള്ളം എത്തിക്കുമെന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത്. അതേസമയം തലസ്ഥാനത്തെ കുടിവെള്ള പ്രശ്നത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരിക്കുകയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ചർച്ച ചെയ്യുന്നതിനായാണ് യോഗം ചേരുന്നത്. വ്യാഴാഴ്ചയാണ് മന്ത്രി വിളിച്ച ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം. ആഷിൻ ഡിയാഗോ ചേരുന്ന വിവരങ്ങളുമായി. ആഷിൻ, ഇപ്പോഴും കുടിവെള്ള പ്രതിസന്ധി തുടരുകയാണോ? ഉയർന്ന മേഖലയിൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഇടങ്ങളിലാണ് ഇനി വെള്ളം എത്തിക്കാൻ ബാക്കിയുള്ളത്? വിനിത, തലസ്ഥാനത്തെ കുടിവെള്ള പ്രശ്നം ഒരു പ്രതിസന്ധി മാറിയിട്ടില്ല. പലയിടങ്ങളിലും ശുദ്ധജല വിതരണം തടസ്സപ്പെട്ടിട്ടുണ്ട്. വെള്ളത്തിന് വേണ്ടി കഴിഞ്ഞ 5 ദിവസമായി നഗരവാസികൾ നെട്ടോട്ടം ഓടുന്നൊരു കാഴ്ച. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ പമ്പിംഗ് പുനരാരംഭിച്ചത് ചില മേഖലയിൽ, താഴ്ന്ന മേഖലയിലേക്ക് വെള്ളം തിരിച്ചെത്താൻ സഹായിച്ചെങ്കിലും ഇപ്പോഴും ഉയർന്ന മേഖലയിൽ ഇപ്പോഴും ശുദ്ധജല വിതരണം നടക്കുന്നില്ല. അവിടെ ആളുകൾ ഇപ്പോഴും വെള്ളത്തിന് വേണ്ടി നെട്ടോട്ടം അലയുകയാണ്. പ്രധാനമായും വട്ടിയൂർക്കാവ് 36-ാം വാർഡിൽ മേലേത്തുമല, മണ്ണംകോണം, ഗുരുജി റോഡ്, PK റോഡ്, ഉത്രാടം ഗാർഡൻസ് എന്നീ പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളമെത്തിയിട്ടില്ല. മാത്രമല്ല നേമം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് അവിടെ ഇപ്പോഴും വെള്ളമെത്തിയിട്ടില്ല. ആറ്റുകാൽ ഭാഗത്തും ഒരു ഭാഗത്തും ഇപ്പോഴും വെള്ളമെത്തിയിട്ടില്ല. നാളെ രാവിലെയോടുകൂടി തന്നെ ഈ പ്രദേശങ്ങളിൽ വെള്ളമെത്തിക്കാൻ സാധിക്കും എന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത്. ഇതിനിടയിൽ ഈ ഒരു പ്രതിസന്ധി തുടരുന്നതിനിടയിലാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം വിളിച്ചിട്ടുള്ളത്. വ്യാഴാഴ്ചയാണ് യോഗം. കാരണം ഇതൊരു അപ്രതീക്ഷിതമായി വളരെ പെട്ടെന്ന് 2 ദിവസത്തിനകം തന്നെ പണി പൂർത്തിയാക്കുമെന്ന് അറിയിച്ചുകൊണ്ടായിരുന്നു വാട്ടർ അതോറിറ്റി ഈ ഒരു പ്രതിസന്ധിക്ക് തുടക്കമിടുന്നത്. ഈ റെയിൽവേ പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട പൈപ്പ് ലൈൻ അലൈൻമെന്റ് ജോലികൾ 2 ദിവസത്തിനകം പൂർത്തിയാക്കി തന്നെ ആളുകൾക്ക് വെള്ളം എത്തിക്കും എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അത് 2 ദിവസം അതിൻ്റെ ഇരട്ടിയായി 4 ദിവസം, പിന്നീട് 5 ദിവസം വരെ നീളുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇത് എങ്ങനെ ഒഴിവാക്കണം എന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഈ ഒരു യോഗം ചേരുന്നത്. മാത്രമല്ല ഈ ഒരു സംഭവം, ഈ ഒരു അലൈൻമെന്റ് പണികൾ നടന്നതിൽ എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യും. ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഈ ഒരു യോഗത്തിൽ മന്ത്രി തന്നെ ഇത് പരിശോധിക്കുകയും ചെയ്യും. ഭാവിയിൽ ഇത്തരം നടപടികൾ ഉണ്ടാകാതിരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളും മന്ത്രിയുടെ യോഗത്തിൽ പുറപ്പെടുവിച്ചേക്കും. വിനിത.